ഹലോ മക്കളെ, 5ാം ക്ലാസ് മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററായ നമ്പർ വേൾഡ് സംഖ്യാലോകം എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിലെ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് ഈ ഒരു വീഡിയോയിൽ പഠിച്ചെടുക്കാം. സോ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ എല്ലാവരും കാണുക. ഓൾസോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾസോ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കാരണം ബാക്കിയുള്ള ലൈവുകളും വീഡിയോസും ഒക്കെ നമ്മൾ എന്താണ് ഈ ഒരു ചാനലിലായിരിക്കും തരിക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ വൺസ് അഗൈൻ എല്ലാവർക്കും വെൽക്കം ടു ദിസ് വീഡിയോ. നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചങ്ങോട്ട് സെറ്റ് ആക്കാം. നമ്പർ വേൾഡിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ള മക്കളെ? നമ്പർ വേൾഡ് ആദ്യം പഠിക്കേണ്ടത് ഒരു നമ്പർ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ കാണുന്ന നമ്പർ ഏതാ? 362 എന്ന് എഴുതിയൊരു നമ്പറാണ്. ഈ 362ൻ്റെ പേര് എഴുതാൻ പഠിക്കണം. എങ്ങനെയാണ് 362ൻ്റെ പേര് എഴുതുക? അപ്പോൾ അതറിയില്ല, സിമ്പിളാണ്. നമ്മൾ ഇതുപോലത്തെ ഒരു പെട്ടി ഉണ്ടാക്കാം. 10,000, 1000, 100, 10, 1. അപ്പോൾ വൺസിൻ്റെ പ്ലേസിൽ ഒരാളുണ്ടാവും, ടെൻസിൻ്റെ പ്ലേസിൽ ഒരു നമ്പർ ഉണ്ടാവും, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ ഒരു നമ്പർ ഉണ്ടാവും, ചിലപ്പോൾ 1000ൻ്റെയും 10,000ൻ്റെയും പ്ലേസിലൊക്കെ നമ്പർ ഉണ്ടാവാം. 1, 10, 100, 1000, 10,000. സാർ ഈ ഒരു പെട്ടിയിലേക്ക് നമ്മൾ എങ്ങനെ എഴുതുക? സിമ്പിളാണ്. ഈ 2നെ പിടിച്ച് നമ്മൾ വൺസിൻ്റെ പ്ലേസിലിടുക, 6നെ പിടിച്ച് നമ്മൾ ടെൻസിൻ്റെ പ്ലേസിലിടുക, 3നെ പിടിച്ച് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലിടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പേര് കൊടുക്കുക. സിമ്പിൾ. ഇതിന് പേര് ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്നറിയോ? 300. 300. 62നെ നമ്മൾ എന്താ പറയുക? 62 എന്ന് പറയില്ല, 62 എന്ന് പറയും. അപ്പോൾ ഈ നമ്പറിൻ്റെ പേരെന്താ? 362. മലയാളത്തിൽ സെയിം ആണ്. നോക്കിക്കേ, 3 100 അല്ലേ? 3 ഏതിൻ്റെ സ്ഥാനത്താണ്? 100ൻ്റെ സ്ഥാനത്താണ്. അപ്പം 300 അല്ല, 300 എന്ന് പറയും. ഒരു ടി നമ്മൾ ചേർക്കും എക്സ്ട്രാ. ഓക്കെ, അപ്പോൾ 100ന് പകരം 100 എന്നാണ് പറയുക കേട്ടോ, ചേർത്ത് പറയുമ്പോൾ. അപ്പോൾ 300. 6 2 നമ്മൾ എന്താ പറയുക? 300. 6 2 6 10ൻ്റെ സ്ഥാനത്തല്ലേ ഉള്ളത്? അപ്പോൾ 6 10 അല്ല, 60. തീയാക്കും. ഇത് നമ്മൾ തീയാക്കും കൂട്ടി പറയുമ്പോൾ. അപ്പം 362. അത്രേ ഉള്ളൂ, 362. ഈ ചോദ്യം മനസ്സിലായവരെല്ലാവരും ഒരു തംസ് അപ്പ് ഇട്ടേ. സിമ്പിൾ. ഇത് എഴുതാൻ പറയും പരീക്ഷയിൽ. ഇങ്ങനെ നമ്പർ തന്നിട്ട് പറയും, നിങ്ങളോട് എഴുതാൻ പറയും. ഇത് പക്ഷേ ഭയങ്കര സിമ്പിളായിരുന്നു, കാരണം ഇതൊരു ചെറിയ നമ്പറാണ്. പരീക്ഷയിൽ കുറച്ചും കൂടി വലിയ നമ്പേഴ്സ് വരും. അപ്പോൾ വലിയ നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു നമ്പർ വന്നാൽ നിങ്ങൾ എങ്ങനെ എഴുതുക? ഒന്ന് ലൈവ് ചാറ്റിൽ എല്ലാവരും ആൻസർ അറിയുന്നവരൊക്കെ ഒന്ന് പറഞ്ഞ് നോക്കട്ടെ. പോളി ഞാൻ കളയാം കേട്ടോ, പോളി നമുക്ക് ആവശ്യമില്ലല്ലോ. ഇങ്ങനത്തെ ഒരു കുറച്ചുകൂടി വലിയ നമ്പർ വന്നാൽ നിങ്ങൾ എങ്ങനെ എഴുതുക? ഞാൻ കണ്ണടൊന്നും ആവശ്യമില്ല, അപ്പം നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ എഴുതുക? സിമ്പിൾ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നമ്മുടെ ഈ പെട്ടിയിലേക്ക് എഴുതണം. പെട്ടിയിലേക്ക് എഴുതാൻ സിമ്പിൾ. 1 ഇവിടെ എഴുതുക, 2 ഇവിടെ എഴുതുക, 3 ഇവിടെ എഴുതുക, 2 ഇവിടെ എഴുതുക, 7 ഇവിടെ എഴുതുക. എന്നിട്ട് നമ്മൾ ചിന്തിക്കുക, 7 ആരുടെ സ്ഥാനത്താണുള്ളത്? 7 10,000ൻ്റെ സ്ഥാനത്താണുള്ളത്, 2,000ൻ്റെ സ്ഥാനത്താണുള്ളത്. നമ്മൾ 7 10,000 എന്ന് ഒരിക്കലും പറയില്ല. ഇൻഫാക്ട് നമ്മൾ എന്ത് ചെയ്യില്ല, 10,000ൻ്റെ ഒരിക്കലും പ്ലേസ് നമ്മൾ പേര് എഴുതുമ്പോൾ പറയില്ല. നമ്മൾ നേരെ തിരിച്ചെന്ത് ചെയ്യും? ഈ 72നെ, അതായത് 72 അല്ല ഇത്, 72നെ നമ്മൾ 1000ൻ്റെ പ്ലേസ് വെച്ച് പറയും. അതായത് ദിസ് ഈസ് 72,000. അങ്ങനെ തുടങ്ങുക. എന്താണ് മക്കളെ? 72,000 നമ്മൾ തുടങ്ങും. അല്ലാണ്ട് 10,000ൻ്റെ പേര് നമ്മൾ ഒരിക്കലും പറയില്ല. അപ്പോൾ 72,000. ബാക്കി സിമ്പിളാണ്. 321. നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടില്ലേ? 321. മലയാളത്തിലും സെയിം ആണ്. നോക്കിക്കേ, 7 10,000ൻ്റെ സ്ഥാനത്താണുള്ളത്. പക്ഷേ 7 10,000 എന്നൊന്നും പറയില്ല. ഈ 7 2 കൂടെ കൂട്ടി 72 ആരുടെ സ്ഥാനത്തുള്ളത്? 1000ൻ്റെ സ്ഥാനത്തല്ലേ? അപ്പം 72,000 അല്ല, എല്ലാത്തിലും മലയാളത്തിൽ നമ്മളൊരു തീ ചേർക്കും. 1000. 72,000, 72,000. പിന്നെ സിമ്പിളാണല്ലേ? 321. 321. ഈ രീതിയിലാണ് നമ്മൾ കുറച്ചും കൂടി വലിയ നമ്പേഴ്സ് വന്നാൽ എഴുതുക. അപ്പോൾ ഇങ്ങനെ വലിയ നമ്പേഴ്സ് വന്നാലും എഴുതാൻ നിങ്ങൾക്ക് പറ്റില്ലേ? എത്ര പേര് കറക്റ്റ് പറഞ്ഞു? 2-3 ആൾക്കാർ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. മോശമില്ല. പരീക്ഷയിൽ ഇതിലും വലിയ നമ്പേഴ്സ് ചോദിക്കും. അത് വന്നാലും നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1000 കഴിഞ്ഞ് 10,000, 10,000 കഴിഞ്ഞ് ലക്ഷമുണ്ട്, ലാക്കുണ്ട്. ലാക്ക് അഥവാ ലക്ഷമുണ്ട്. അപ്പോൾ അതിങ്ങനെ ലക്ഷമാണോ എന്ന് കണ്ടുപിടിക്കുക. സിമ്പിളാണ്. അത് നിങ്ങൾ 1, 10, 100, 1000, 10,000 ലാക്ക് എന്ന് ഓർക്കുക.
എന്നിട്ട് അതെന്ത് ചെയ്യുക, ഓരോ നമ്പറായിട്ട് എഴുതി വെക്കുക. അപ്പോൾ ഈ നമ്പറിൻ്റെ പേര് കിട്ടും. ഈ നമ്പറിൻ്റെ പേര് ഓൾറെഡി അറിയുന്നവരെല്ലാവരും ഒന്ന് ലൈവ് ചാറ്റിൽ പറഞ്ഞു നോക്കട്ടെ എത്ര പേർക്ക് അറിയാമെന്ന്. അപ്പോൾ 0, 8, 8, 2, 6, 3 ആണ് നമ്പർ. ഇവിടെ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 3 ആരുടെ സ്ഥാനത്താണുള്ളത്? ലാക്കിൻ്റെ സ്ഥാനത്താണുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ പറയാം, 3 lakh വെച്ച് തുടങ്ങുക. 3 lakh ഫസ്റ്റ് വരുന്ന 3 lakh. അത് കഴിഞ്ഞിട്ടോ 10,000 നമ്മൾ ഒരിക്കലും പറയില്ല അല്ലേ, 10,000 നമ്മൾ പറയില്ല. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇത് രണ്ടും കൂടി ചേർത്ത് 62 ആണത്, 62,000 എന്ന് പറയും അല്ലേ. അപ്പോൾ അടുത്ത് എന്തായിരിക്കും ഉണ്ടാവുക? 62,000 ആണ് അടുത്തുള്ളത്. പിന്നെ സിമ്പിളാണ് അല്ലേ, 800, 80 നമ്മളെന്താ പറയുക? 80. 880, 80 എന്നല്ലേ പറയാം, 880. അത്രേ ഉള്ളൂ. മലയാളത്തിൽ സെയിമാണ്. 3 ലക്ഷം മലയാളത്തിൽ കൂട്ടി പറയുമ്പോൾ നമ്മൾ 3 ലക്ഷത്തി, എല്ലാം തീ ഉണ്ടാവും. 300, 1000, ലക്ഷത്തി, അതൊന്ന് ചേർത്താൽ മതി. 3 ലക്ഷത്തി, 6 2 കൂടെ ചേർത്ത് 62,000 നല്ല 1000, എല്ലാം തീ വേണം, മറക്കരുത്. 62,000. പിന്നെന്താണുള്ളത്? 800 ആണല്ലേ, 880 അല്ലേ, 80 അങ്ങനെ തന്നെയുള്ളത്, 880. അപ്പോൾ വലിയ നമ്പേഴ്സ് വന്നാൽ എഴുതാൻ മനസ്സിലായോ നിങ്ങൾക്ക്? വലിയ നമ്പേഴ്സ് വന്നാൽ പോലും നിങ്ങൾക്ക് ലക്ഷങ്ങളിൽ വന്നാലും എഴുതാൻ പറ്റുമോ? ഓക്കെ, അങ്ങനെയാണ് ഒരു നമ്പർ കൂടെ നമുക്ക് പഠിക്കാം. ഇതിനേക്കാളും വലിയ നമ്പർ കോടികളിൽ വന്നാൽ, കാരണം കോടിയുടെയും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഓണപ്പരീക്ഷയിൽ ചോദ്യപേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കോടികളുടെ ഒക്കെ നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പം ഇവർ പറയുന്ന പ്രൊഡക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഓൾ നമ്പേഴ്സ് ഫ്രം 1 to 11. 1 into 11 എന്നുള്ള എല്ലാ നമ്പേഴ്സ് 1 into 2 into 3 into 4 into 5 into 6 into 7 into 8 into 9 into 10 into 11 ചെയ്താൽ ഇങ്ങനെ ഒരു വലിയ നമ്പർ കിട്ടുന്നതാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ വലിയ നമ്പറിൻ്റെ പേരെന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ലക്ഷത്തിനേക്കാളും വലിയ നമ്പറാണ്. അപ്പോൾ അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് 1, 10s, 100s നമുക്കറിയാം, 1000 നമുക്കറിയാം, 10,000 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 10,000 കഴിഞ്ഞാൽ പിന്നെ ലാക്ക് ആയിരിക്കും ഉണ്ടാവുക. ലാക്ക് കഴിഞ്ഞാലും ഉണ്ട്, 10 lakh ഉണ്ട്, ക്രോർ ഉണ്ട്, പിന്നെ 10 crore, 100 crore. അപ്പം ലാക്ക് കഴിഞ്ഞാൽ 10 lakh ഉണ്ട് അല്ലേ. 1000 കഴിഞ്ഞ് 10,000 ഉള്ള പോലെ തന്നെ ലാക്ക് കഴിഞ്ഞാൽ 10 lakh ഉണ്ട്, പിന്നെ ഉള്ളത് ക്രോറാണ്. ക്രോർ കഴിഞ്ഞാൽ പിന്നെ 10 crore ഉണ്ട്, പിന്നെ 100 crore ഉണ്ട്. ഈ ക്രോർ വരെയെങ്കിലും നിങ്ങൾ പഠിച്ചു നോക്കണം കേട്ടോ. മലയാളത്തിലും 10,000 കഴിഞ്ഞാൽ ലക്ഷമുണ്ട്, ലക്ഷം കഴിഞ്ഞാൽ 10 ലക്ഷമുണ്ട്, പിന്നെ കോടിയുണ്ട്. അപ്പോൾ ഈ നമ്പർ എവിടെയാണ് വരിക നമ്മളെ മനസ്സിലാക്കുക. ഇവിടെ എഴുതി നോക്കുക, 00861,993 ആണ് നമ്പർ. അപ്പോൾ എവിടുന്നാണ് തുടങ്ങുന്നത്? ക്രോറിൽ നിന്നാണ്, കോടിയിൽ നിന്നാണ് അല്ലേ. 3 crore എന്ന് പറയുക. 3 crore ആണ് ഫസ്റ്റ് പറയേണ്ടത് അല്ലേ, 3 crore എന്ന് പറയുക. അടുത്ത ശ്രദ്ധിക്കണം, നമ്മൾ 10,000 പേര് കൊടുക്കില്ലല്ലോ, 10,000 നമ്മൾ പേര് കൊടുക്കില്ലല്ലോ. അതേപോലെ 10 lakhന്, 10 ലക്ഷത്തിന് നമ്മൾ പേര് കൊടുക്കില്ല, 10 ലക്ഷത്തിനും പേര് കൊടുക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് 99 അല്ലത് 99 lakh എന്ന് പറയും. ഓക്കെ, അപ്പം 99 lakh ആണ് അടുത്ത്. പിന്നെ സിമ്പിളാണ് അല്ലേ, നമ്മൾ 10,000 പേര് പറയില്ല, 16 എന്താ പറയുക, 16,000 എന്ന് പറയും. 16,000 പ്ലേസിലാണ്. അപ്പോൾ 16,000. പിന്നെന്താ ഉള്ളത്? ഇത് 800 ആണ് അല്ലേ, 800. ഇത്രയേ ഉള്ളൂ. മലയാളത്തിന് സെയിം തന്നെ. മലയാളത്തിൽ എന്താണ്? 3 കോടീൻ്റെ കൂടെ പിന്നെ വേറെ ഒന്നും ചേർക്കാൻ പറ്റില്ല, ഓൾറെഡി ഈലല്ലേ ഉള്ളത്. അപ്പോൾ കോടി തന്നെ പറഞ്ഞാൽ മതി. 3 കോടി. ഇത് രണ്ടും കൂടി ഒരുമിച്ചാക്കുകയാണെങ്കിൽ 99 അല്ലേ, 99 ഉള്ളത്. അപ്പോൾ 99 എന്ത്? 99 ലക്ഷമാണ്. 99 ലക്ഷത്തി. 99ൻ്റെ പേര് മലയാളത്തിൽ ഓർത്ത് വെച്ചോട്ടോ. 99 എന്നല്ല പറയാട്ടോ, 9 എന്നല്ല, 99 ലക്ഷത്തി. ലക്ഷത്തിൻ്റെ സ്ഥാനത്തല്ലേ ഉള്ളത്. അപ്പം 99 ലക്ഷത്തി. പിന്നെ സിമ്പിളാണ്, 1 6 കൂടെ 16, 1000ൻ്റെ സ്ഥാനത്താണ് 16,000. 16,000, അവസാനം 800. അപ്പം ഏറ്റവും വലിയ നമ്പേഴ്സ് വന്നാൽ പോലും എക്സാമിനറിൻ്റെ കുട്ടികൾ എഴുതില്ലേ മക്കളെ? എഴുതില്ലേ? എഴുതണം. ഇതിൻ്റെ കൂടുതൽ ചോദ്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു പാർട്ട് 1 പാർട്ട് 2 ലൈവിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കാണണേ. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണം. സാർ എനിക്ക് കുറച്ചുകൂടി ചോദ്യങ്ങൾ
എന്നുള്ള ലെവലിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ആ പാർട്ട് 1 പാർട്ട് 2 ലൈവ് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യങ്ങൾ കിട്ടും. അത് ഈ ലൈവ് കഴിഞ്ഞിട്ട് പോയി നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, റെഡി സെറ്റ്. നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്, അടുത്ത ടോപ്പിക്ക് പഠിക്കാനുള്ളത്, പേരുകൾ കൊടുക്കാൻ നിങ്ങൾ പഠിച്ചു കേട്ടോ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കൗണ്ടിങ് ആണ്, എണ്ണാണ്. ഓക്കെ, കൗണ്ടിങ്, എണ്ണൽ പരിപാടിയാണ്. പരീക്ഷ ചോദിക്കും ഹൗ മെനി 1 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ, എത്ര ഒറ്റയക്ക സംഖ്യകളുണ്ട്? സാർ സിമ്പിൾ പറ, ഇതൊന്ന് ലൈവ് ചാറ്റിൽ എല്ലാവരും പറഞ്ഞേ, എത്ര ഒറ്റയക്ക സിംഗിൾ ഡിജിറ്റ് അല്ലെ 1 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? അവിടെ 1 ഡിജിറ്റ് നമ്പർ ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പറ്റുമോ? 10 കൂട്ടാൻ പറ്റില്ല, കാരണം 10ൽ 2 ഡിജിറ്റ് ഉണ്ട്, 1 ഉണ്ട് 0 ഉണ്ട്, 2 ഡിജിറ്റ് ഉണ്ട്, കൂട്ടാൻ പറ്റില്ല. അപ്പോൾ 1 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മുതൽ തുടങ്ങും. 0 1 ഡിജിറ്റ് നമ്പർ അല്ല കേട്ടോ, 0 ഡിജിറ്റേ ഇല്ല. 0 മാത്രമായി വരുമ്പോൾ നമ്മൾ ഡിജിറ്റ് കൂട്ടില്ല. അവിടെ 10ൻ്റെ കൂടെ 0 വരുമ്പോൾ അവിടെ നമ്മൾ ഡിജിറ്റ് കൂട്ടും, പക്ഷേ 0 മാത്രമായിട്ടുള്ളപ്പോൾ കൂട്ടില്ല. അപ്പോൾ 1, 2, 3, 4, 5, 6, 9 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 8 ആണോ 9 ആണോ? 9 ഉണ്ട് അല്ലേ? എണ്ണി നോക്ക്, 1, 2, 3, 4, 5, 6, 7, 8, 9 നമ്പേഴ്സ് ആണുള്ളത്. സോ ഹൗ മെനി 1 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ? 9 എന്ന് എഴുതി വെക്കണം. ഇത് കൗണ്ട് ചെയ്യാൻ വേറൊരു ട്രിക്കും ഉണ്ട്. എന്താ ട്രിക്ക് എന്നറിയോ? നോക്കിക്കോ, ആൻസർ ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം. ലാസ്റ്റ് നമ്പർ എടുക്കുക 9 മൈനസ് ഫസ്റ്റ് നമ്പർ എടുക്കുക 1, അതിലേക്ക് നിങ്ങളൊരു എക്സ്ട്രാ 1 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് നമ്പർ എടുക്കുക മൈനസ് സ്റ്റാർട്ടിംഗ് നമ്പർ എടുക്കുക, ഇനി എസ് എന്ന് വിളിക്കാം, ലാസ്റ്റ് നമ്പറിനെ എൽ എന്ന് ഞാൻ കാണിക്കുകയാണേ, മൈനസ് സ്റ്റാർട്ടിംഗ് നമ്പർ എടുക്കുക, പ്ലസ് നിങ്ങളൊരു 1 ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? അപ്പോഴും നിങ്ങൾക്ക് സെയിം ആൻസറാണ് കിട്ടുക. നോക്കിക്കുക എന്തായിരിക്കും കിട്ടുക? മക്കളെ ആലോചിച്ച് 9 മൈനസ് 1 എത്രയാ? 9 മൈനസ് 1, 9 മൈനസ് 1 8 വരിക. 8ലേക്ക് നമ്മൾ +1 ചെയ്തു അല്ലേ? 8 + 1 ചെയ്താൽ 9 തന്നെ കിട്ടുക. സാർ സെയിം ആൻസറാണ് കിട്ടിയത്. സാർ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത്? ഇതല്ലേ എളുപ്പം, വെറുതെ എണ്ണി നോക്കിയാൽ പോരെ. അതെ, അപ്പോൾ ഇവിടെ നമുക്ക് എണ്ണി നോക്കൽ എളുപ്പം, ഈ പരിപാടിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ഉപയോഗിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ ചോദിച്ചാൽ ഇതിന് ഉത്തരം പറ. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ? ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ്, 1 ഡിജിറ്റ് അല്ല, 2 ഡിജിറ്റ് നമ്പേഴ്സ്. ആരൊക്കെ 2 ഡിജിറ്റ് നമ്പേഴ്സ്? ഏറ്റവും ചെറിയ 2 ഡിജിറ്റ് നമ്പർ ഏതാ? ഏറ്റവും ചെറിയ 2 ഡിജിറ്റ് നമ്പറാണ് നമ്മൾ കണ്ട 9ന് ശേഷമുള്ള 10 2 ഡിജിറ്റ് നമ്പറാണ് അല്ലേ? അപ്പോൾ ഏറ്റവും ചെറിയ 2 ഡിജിറ്റ് നമ്പർ 10 ആണ്. ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ ഏതാ? 100 ആണോ? 100 3 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ 100ൻ്റെ തൊട്ട് മുൻപ് 99. അപ്പോൾ 10 മുതൽ 99 വരെയാണ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്? 99 എണ്ണം ഉണ്ടോ? അത് 10 മുതൽ 99 വരെ 99 നമ്പേഴ്സ് ഉണ്ടോ? എത്ര നമ്പേഴ്സാണ് ഉള്ളത്? അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എഴുതാം അല്ലേ, 10, 11, 12, 13, എണ്ണി ഇങ്ങനെ എഴുതി ഫുള്ള് 99 വരെ എഴുതിയിട്ട് എണ്ണി കളിക്കാം. ഒന്നെങ്കിൽ അങ്ങനെ എണ്ണി കളിക്കാം, ഫുള്ള് ഇങ്ങനെ എണ്ണി കളിക്കാം. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുറേ എണ്ണം ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഫോർമുല ഉപയോഗിക്കാം അല്ലേ? നമ്പർ ഓഫ് ഡിജിറ്റ്സിൻ്റെ ഫോർമുല എന്താ? നമ്പർ ഓഫ് ഡിജിറ്റ്സിൻ്റെ ഫോർമുല എത്ര? സംഖ്യകളുടെ എണ്ണത്തിൻ്റെ ഫോർമുല എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക മൈനസ് സ്റ്റാർട്ടിംഗ് ഡിജിറ്റ് എടുക്കുക, എന്നിട്ട് +1 നമ്മൾ ചെയ്യണം കേട്ടോ. ലാസ്റ്റ് ഡിജിറ്റ് ഏതാ മക്കളെ? 99 ആണ്. 99 മൈനസ് സ്റ്റാർട്ടിംഗ് ഡിജിറ്റ് ഏതാണ്? 10 ആണ്. +1 നിങ്ങൾ ചെയ്യണം. +1 ചെയ്യാൻ മറക്കില്ല, അങ്ങനത്തെ അത് ചെയ്തിൽ തെറ്റും. 99 മൈനസ് 10 ചെയ്യാൻ എളുപ്പമാണ്. വാട്ട് ഈസ് 99 മൈനസ് 10? 9 മൈനസ് 0 ഈസ് 9 തന്നെ. 9 0 മൈനസ് ചെയ്താൽ 9 തന്നെയല്ലേ വരിക, ഒന്നും മൈനസ് ആയില്ല. 9 മൈനസ് 8 എത്രയാ? സാർ 9 മൈനസ് 1 എത്രയാ? 9 1 കുറച്ചാൽ 8 ആയിരിക്കും വരിക. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്താൽ 89 വരും, ഇത് രണ്ടും കൂടി ചെയ്താൽ 89 വരും. +1 ചെയ്യാൻ മറക്കരുത്. 89 + 1 എത്രയാടോ? 89 + 1 ഈസ് 90. സോ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? എത്ര 2 ഡിജിറ്റ്സ് ഉള്ള എത്ര നമ്പേഴ്സ് ഉണ്ട് മക്കളെ? 90 നമ്പേഴ്സ് ഉണ്ട് എന്ന് ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ എക്സാമിൽ ഇതുപോലത്തെ കൗണ്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ എന്തായാലും വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ സിമ്പിളായിട്ട് അങ്ങോട്ട് ഉത്തരം കൊടുത്തേക്കണം. ക്ലിയർ ആണ്? ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചോദിച്ചാലോ? ഇത് ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയാം? ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ? അത് ചോദിക്കും. എത്ര 3 അക്ക സംഖ്യകളുണ്ട്? വീണ്ടും ആലോചിക്കുക. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാ? 100 ആണല്ലേ?
ഏറ്റവും വലിയ 2 അക്ക സംഖ്യ 99 ആണെങ്കിൽ തൊട്ടടുത്തുള്ള 100 ആണ് ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാണ്? 999 999 999 അല്ലേ? ഓക്കെ, ഇതിനിടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, എത്ര നമ്പേഴ്സ് ഉണ്ട് ഇങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ശരിയല്ല, നമ്പർ ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് അതിൻ്റെ ഫോർമുല ഇത് കേട്ടോ. നമ്പർ ഓഫ് ഡിജിറ്റ്സ് അല്ല, നമ്പേഴ്സ് അല്ലേ ഉണ്ടെന്ന്. നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു ഫോർമുല എന്താണ് മക്കളെ? ലാസ്റ്റ് നമ്പർ എടുക്കുക മൈനസ് ഫസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് നമ്പർ എടുക്കുക പ്ലസ് 1 ചെയ്യും. അത്രേ ഉള്ളൂ പരിപാടി. ലാസ്റ്റ് നമ്പർ ഏതാ? 999 മൈനസ് സ്റ്റാർട്ടിങ് നമ്പർ ഏതാ? 100 പ്ലസ് 1 മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഇത് പല രീതിയിലും ചെയ്യാം കേട്ടോ. 999 പ്ലസ് 1 എന്താണ്? 1000 ആയിരിക്കും. 1000 നിന്ന് 100 മൈനസ് ചെയ്താൽ 1000 100 മൈനസ് 900 കിട്ടുന്നുള്ള രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 999 മൈനസ് 100 എത്രയായിരിക്കും? 999 മൈനസ് 100 ചെയ്യാം. 9 മൈനസ് 0 ഇസ് 9, 9 മൈനസ് 0 ഇസ് അഗെയിൻ 9, 9 മൈനസ് 1 8 ആണ്. സോ ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 899 ആണ് കിട്ടുക. പ്ലസ് 1 ചെയ്യാം. 899 കൂടെ പ്ലസ് 1 ചെയ്താൽ എന്താ കിട്ടുക? 900 ആട്ടോ കേട്ടോ. സാധാരണ പോലെ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 899 പ്ലസ് 1, 9 പ്ലസ് 1 എത്രയാ? 10 ആണ് വരിക. 0 ഇട്ട് 1 അവിടെ ഇട്ട് 9 പ്ലസ് 1 എത്രയാ? അഗെയിൻ 10 ആണ് വരിക. 0 ഇട്ട് 1 ഇവിടെ ഇട്ടു. 8 പ്ലസ് 1 എത്രയാ? 9 ആണ്. 900 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണുള്ളത്. അപ്പം ഇങ്ങനെ ചോദ്യം പരീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സിമ്പിളായിട്ട് ലാസ്റ്റ് ഡിജിറ്റ് മൈനസ് സ്റ്റാർട്ട് ഡിജിറ്റ് പ്ലസ് 1 എന്ന് അങ്ങോട്ട് സിമ്പിളായിട്ട് ചെയ്ത് വെക്കണം. ഇതിങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല കേട്ടോ, വേറെ രീതിയിലൊക്കെ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യും നിങ്ങൾ? ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ ബിലോ 6000? 6000ത്തിൽ താഴെ എത്ര 4 അക്ക സംഖ്യകളുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? വീണ്ടും സെയിം ലോജിക്ക് അപ്ലൈ ചെയ്യുക അല്ലേ? എന്താണ് നമ്മുടെ ലോജിക്ക്? ഏറ്റവും 4 അക്ക സംഖ്യയുടെ കാര്യം പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? 1000 ആണ് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. ഏറ്റവും വലുത് ഏതാണ്? അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ 999 എടുക്കരുത്. കാരണം ഇവർ പറയുന്നുണ്ട് ബിലോ 6000, 6000ത്തിൽ താഴെ. അപ്പോൾ 6000ത്തിൽ താഴെ ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പർ ഏതാ? 6000ത്തിൽ താഴെ ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പർ 6000 ആണോ? 6000ത്തിൽ താഴെ വേണം. 6000 കൂട്ടാൻ പറ്റില്ല. 6000ത്തിന് തൊട്ട് മുമ്പുള്ള നമ്പർ ഏതാ? 6000ത്തിന് തൊട്ട് മുമ്പുള്ള നമ്പർ 5999 അല്ലേ മക്കളെ? അപ്പം 6000ത്തിൽ ബിലോ എന്ന് പറഞ്ഞാൽ 6000ത്തിൽ ബിലോ ആയിരിക്കണം, 6000ത്തിൽ താഴെ ആയിരിക്കണം. 6000 കൂട്ടരുത്. അപ്പോൾ ഇവരാണ് നമ്പേഴ്സ്. ഇതിനിടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും കണ്ടുപിടിക്കുക? സിമ്പിൾ, നമ്മുടെ ഫോർമുല ഉപയോഗിച്ച് പരിപാടി തീർക്കുക. നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് നമ്പർ മൈനസ് സ്റ്റാർട്ടിംഗ് നമ്പർ അല്ലെ ഫസ്റ്റ് നമ്പർ എന്ന് എഴുതാം കേട്ടോ. പ്ലസ് 1 ആണ്. ലാസ്റ്റ് നമ്പർ ഇവിടെ 6000 അല്ല 5999 ആണ് അല്ലേ? മൈനസ് 1000 ചെയ്യുക, പ്ലസ് 1 ചെയ്യാൻ മറക്കരുത്. ഇവിടെ നമ്മൾ 1000 മൈനസ് ചെയ്താൽ എന്താ? ഈ 9 മൈനസ് 0 9 മൈനസ് 0 9 മൈനസ് 0 ഒക്കെ 9 തന്നെ ആയിരിക്കും. അപ്പം 3 9കൾ ഉണ്ടാവും. പിന്നെ 5 മൈനസ് 1 ചെയ്താൽ 4 കിട്ടും. 4999 പ്ലസ് 1 മറക്കരുത്. പല കുട്ടികളും പ്ലസ് 1 മറന്നിട്ടുണ്ട്. പ്ലസ് 1 ചെയ്യണം. അപ്പോൾ എത്ര കിട്ടുക? 4999 പ്ലസ് 1 ചെയ്താൽ യു വിൽ ഗെറ്റ് 5000. 5000 നമ്പേഴ്സാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 4999 അല്ല ആൻസർ, 5000 ആണ് ആൻസർ. ഇന്ന് വേണം നിങ്ങൾക്ക് സാധാരണ പോലെ ചെയ്യാം. 4999 പ്ലസ് 1 ഇങ്ങനെ ചെയ്യാം. 9 പ്ലസ് 1 10, 9 പ്ലസ് 1 10, 9 പ്ലസ് 1 10, 4 പ്ലസ് 1 5000. അങ്ങനെയും കിട്ടും. എങ്ങനെ വേണം ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണ്? ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ ചാപ്റ്ററിൽ കഴിഞ്ഞ വർഷമൊക്കെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, 4999 അല്ല കേട്ടോ. ചില കുട്ടികൾ 4999 എന്ന് പറഞ്ഞിട്ടുണ്ട്. 4999 അല്ല ആൻസർ. 5000 നമ്പേഴ്സ് ഉണ്ട്. 6000ൻ്റെ താഴെ 5000 നമ്പേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ക്ലിയർ ആണല്ലോ മക്കളെ? 6000 അല്ല, 6000ൻ്റെ താഴെ എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചത്. മനസ്സിലേ? 4 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് എത്ര നമ്പേഴ്സ് ഉണ്ടെന്നല്ല ചോദിച്ചത്. എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എവിടുന്നാണ് തുടങ്ങേണ്ടത്? 4 ഡിജിറ്റ് നമ്പേഴ്സ് തന്നെ തുടങ്ങണം അല്ലേ? ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് നമ്പർ ഏതാ? 1000 ആണ്. അവിടെ മുതലാണ് തുടങ്ങേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ,
ഇനി ചാപ്റ്ററിൽ നിന്ന് വേറൊരു ടൈപ്പ് ചോദ്യം വരാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ചോദ്യം കേട്ടോ. ഈ പാലൻഡ്രോം വെച്ചിട്ടുള്ളൊരു ചോദ്യം വരും. അപ്പോൾ അത് ചെയ്യാൻ പഠിക്കണം. സിമ്പിളാണ്, കൺഫ്യൂസ്ഡ് ആവണ്ട. നോക്കിക്കേ, 45254 is a palindromic number. Write another 5-digit palindromic number using the same digits. 45254 ഒരു ഇരുവഴി സംഖ്യയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? ഈ 45254 തിരിച്ചെഴുതിക്കേ. അവസാനത്തെ നമ്പർ ആദ്യം എഴുതിക്കുക 4, പിന്നെ 5, പിന്നെ റിവേഴ്സിൽ എഴുതിക്കുക, റിവേഴ്സിൽ പിന്നെ 5, പിന്നെ 4. എന്താ കിട്ടുക? 45254. ഈ സെയിം നമ്പർ അല്ലേ വീണ്ടും കിട്ടിയത്? അതെ, അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് പാലൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ 121 നിങ്ങൾ തിരിച്ചെഴുതിക്കേ. ആദ്യം അവസാനത്തെ നമ്പർ എഴുത്, പിന്നെ നടുക്കുള്ള നമ്പർ എഴുത്, പിന്നെ ആദ്യത്തെ നമ്പർ എഴുത്. സെയിം നമ്പറാണ് കിട്ടുന്നത്. അപ്പോൾ തിരിച്ചെഴുതുമ്പോൾ, റിവേഴ്സിൽ എഴുതുമ്പോഴും സെയിം നമ്പറാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനത്തെ നമ്പർ നമ്മൾ പാലൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് വിളിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റൈറ്റ് അനദർ 5-digit നമ്പർ യൂസിങ് സെയിം ഡിജിറ്റ്സ്. അപ്പോൾ ഇതേ ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ട് ഒരു വേറെ പാലൻഡ്രോമിക് നമ്പർ എഴുതാൻ പറഞ്ഞാൽ സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത്ര ചെയ്താൽ മതി. ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, 4നെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. ഈ 5നെ അങ്ങോട്ട് കൊണ്ടുപോവുക, 4നെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പം 5നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 5, 4നെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ 5 4 ആവും. നടുവത്തെ നമ്പർ അങ്ങനെ തന്നെ വെക്കുക, 2 അങ്ങനെ തന്നെ വെക്കുക. ഈ 4നെ അങ്ങോട്ട് കൊണ്ടുപോകുക, 5നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ 4 5 എന്ന് കിട്ടും. ഇതൊരു പാലൻഡ്രോമിക് നമ്പർ അല്ലേ? അതെ, സെയിം ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ട്, സെയിം അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു പാലൻഡ്രോമിക് നമ്പർ ഉണ്ടാക്കി. ഇത് വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ, വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കാം. ഏറ്റവും സിമ്പിൾ വഴി ഇവൻ അങ്ങോട്ട് ഇടുക, അവനങ്ങോട്ട് ഇടുക, ഇവനെങ്ങോട്ട് ഇടുക, ഇവനങ്ങോട്ട് ഇടുക. ഇതൊരു പാലൻഡ്രോമിക് നമ്പർ. തിരിച്ചെഴുതി നോക്കിയേ, 5 4 2 4 5. അങ്ങോട്ടും 5 4 2 4 5. അങ്ങനെ പാലൻഡ്രോമിക് നമ്പർ പരീക്ഷയിൽ എഴുതാൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ഈ നമ്പർ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, അല്ലേ, സംഖ്യാലോകം എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. പിന്നെ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വേണം. ഞാൻ പറഞ്ഞ പോലെ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞ ലൈവ് എടുത്തു വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അതിൽ ചോദ്യങ്ങളും കൂടെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. പക്ഷെ പരീക്ഷയിൽ ഈ കാര്യങ്ങളാണ് കൂടുതൽ വരിക എന്നുള്ളവരും മനസ്സിലാക്കുക. ബാക്കിയുള്ള ടെക്സ്റ്റ് ബുക്കിൽ കുറേ ചോദ്യങ്ങളുണ്ട്, അതൊന്നും പരീക്ഷയിൽ അങ്ങനെ വരാറില്ല. പിന്നെ പരീക്ഷയിൽ കുറച്ചും കൂടി ആവശ്യമുള്ള ചോദ്യങ്ങൾ, അല്ലേ, കഴിഞ്ഞ വർഷമൊക്കെ ഓണപ്പരീക്ഷയിൽ വന്ന ചോദ്യങ്ങൾ, പബ്ലിക് എക്സാമിൽ വന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സാമിൻ്റെ തലേന്നുള്ള ലൈവിൽ പഠിപ്പിച്ചു തരും. ആ ലൈവ് നിങ്ങൾ മിസ്സാക്കരുതേ. അതും കൂടെ നിങ്ങൾ കണ്ടുപോയാലാണ് പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുക. ഓക്കെ, അപ്പം മക്കളെ, ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു പോകണം. മാത്രമല്ല, നമ്മുടെ ചാനലിലുള്ള ബാക്കിയുള്ള വീഡിയോസും ലൈവുകളൊക്കെ അതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്ട്രാ ചെയ്യുന്നതായിരിക്കും. അതും കൂടി നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓൾസോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഈ മാത്സ് മാത്രമല്ല, ഈ ചാപ്റ്റർ മാത്രമല്ല, എല്ലാ സബ്ജക്ട്സിൻ്റെയും കിടിലൻ ക്ലാസ്സുകൾ നമ്മുടെ ഈ ചാനലിൽ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനോടും എന്ത് ചെയ്യുക? ഈ ഒരു ചാനലിനെ പറ്റി പറയുക. ഈ ഒരു വീഡിയോ ഷെയറും കൂടി ചെയ്യുക. അപ്പോൾ വൺസ് അഗൈൻ എല്ലാവർക്കും പരീക്ഷയ്ക്ക് ഓൾ ദി ബെസ്റ്റ്. പോയി പരീക്ഷ തകർത്ത് എഴുതുക.